ഞാൻ വന്നപ്പോഴും കറണ്ടില്ല. ഞാൻ ടിക്കറ്റ് എടുക്കുമ്പോൾ കറണ്ട് പോയതാണ്. എന്നിട്ട് ഇത് പ്രതിരോധ കുത്തിവയ്പ്പിന് വന്നാണ്. കാരണം പൂച്ച കടിച്ചതിൻ്റെ പേരിൽ ഈ ഇഞ്ചക്ഷനിട്ട് മാറിപ്പോയി പേവിഷബാധയേറ്റ ആരും ഉത്തരം പറയും. ഒരു മണിക്കൂറുകളോളൊക്കെ കറണ്ട് പോക്കാൻ 10,000 കണക്കിൽ രോഗികൾ വരുന്ന സ്ഥലമല്ലേ. നിങ്ങൾ കുറേ സമയം വന്നിട്ട് കറണ്ട് കുറേ സമയം പോയിട്ട് മണിക്കൂറിലധികമായി ഇവിടെ കറണ്ട് പോയിട്ട്. ആ ഇഞ്ചക്ഷൻ റൂമുണ്ട്, ജനറൽ ഒ പി ഉണ്ട്, അതുപോലെ കാഷ്വാലിറ്റി. ഞാൻ ഈ 3 സംഭവത്തിന് കയറി ഇറങ്ങിയാന്ന് ഒരുപാട് കൊച്ചുങ്ങളടക്കം ചെറിയ കുഞ്ഞുങ്ങളടക്കം ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇഞ്ചക്ഷൻ വെക്കണം. ഞാൻ പേവിഷബാധ വെച്ചതിനോട് ബന്ധപ്പെട്ടാണ് ഇഞ്ചക്ഷൻ ഇവിടെ എടുക്കാൻ വന്നത്. അതിൽ തന്നെ ജനറൽ ഇഞ്ചക്ഷനും മറ്റുള്ള കാര്യങ്ങൾ ഇഞ്ചക്ഷനൊക്കെ ഒറ്റ റൂമിലാണ് ചെയ്യണത്. ഇതൊക്കെ ചെയ്യണത് എമർജൻസി വെളിച്ചത്തിലാണ്. കറണ്ടില്ല. ഒരുപാട് ജനങ്ങൾ ബുദ്ധിമുട്ടുള്ള, ലൈറ്റ് ഇല്ല എന്ന് തന്നെ പറയാം. ഒരുപാട് ആളുകൾ പ്രതിഷേധിച്ച് സ്വയം ചൊറിഞ്ഞ് വർത്താനൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. ഇവരുടെ അടുത്ത് നിന്ന് യാതൊരു മറുപടിയും കിട്ടണില്ല. എത്ര മണിക്കാണ് നിങ്ങൾ ഇവിടെ എത്തിയത്? ഞാൻ ഒരു 12:10 ഉണ്ടാവും. ഇപ്പോൾ ഏകദേശം 1 മണി കഴിഞ്ഞു. ആ സമയം മുതൽ കറണ്ടില്ല? 1 മണിക്കൂറിലധികമായി കറണ്ടില്ല. നിങ്ങൾ വന്നപ്പോഴോ? ഞാൻ വന്നപ്പോഴും കറണ്ടില്ല. ഞാൻ ടിക്കറ്റ് എടുക്കുമ്പോൾ കറണ്ട് പോയതാണ്. എന്നിട്ട് ഇത് പ്രതിരോധ കുത്തിവയ്പ്പിന് വന്നാണ്. കാരണം പൂച്ച കടിച്ചതിൻ്റെ പേരിൽ ഈ ഇഞ്ചക്ഷനിട്ട് മാറിപ്പോയി പേവിഷബാധയേറ്റ ആരും ഉത്തരം പറയും. കാരണം ഈ കറണ്ടില്ല, എമർജൻസിൻ്റെ വെളിച്ചത്തിലാണ് വെക്കുന്നത് വരും. 10,000 കണക്കിൽ രോഗികൾ വരുന്ന സ്ഥലമല്ലേ. എല്ലാവരും ചൂടെടുത്ത് അതുപോലെ സ്കാൻ ചെയ്യാമ്പോൾ എൻ്റെ സ്നേഹിതം പോയിട്ട് അവിടെയും കറണ്ടില്ല എന്നാണ് പറയുന്നത്. ഇതൊക്കെ ഭയങ്കര അനാസ്ഥല്ലേ. കറണ്ട് പോയാൽ തന്നെ അതിന് പെട്ടെന്നുള്ള പരിഹാരം കാണണ്ടേ. മണിക്കൂറുകളോളം കറണ്ട് പോക്കാൻ പാടില്ലല്ലോ. ഭയങ്കര അനാസ്ഥ ഉണ്ടായിട്ടുള്ളത്. രോഗികൾ ബുദ്ധിമുട്ടുന്നുണ്ടല്ലേ? വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. കുട്ടികളൊക്കെ കൊണ്ടിട്ട് പൂച്ച കടിച്ചിട്ടും മാന്തിയിട്ടൊക്കെ വന്നിട്ട് അവർക്ക് പോലും കറക്റ്റ് ഇഞ്ചക്ഷൻ ചെയ്യാൻ പറ്റാത്ത സാഹചര്യമുള്ളത്. മൊബൈലിൻ്റെ വെളിച്ചത്തിലും എമർജൻസിൻ്റെ വെളിച്ചത്തിലൊക്കെയാണ് വെച്ച് കൊടുക്കുന്നത്. എന്തെങ്കിലും ചെറിയൊരു വീഴ്ചയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ വളരെ ഗുരുതരമായിട്ടുള്ളൊരു ആരോഗ്യ പ്രശ്നങ്ങൾ സംഭവിക്കില്ല ഇതിൻ്റെ പേരിൽ. സ്റ്റാഫ് എന്തും പറയുന്നുണ്ടോ? സ്റ്റാഫൊന്നും പറയുന്നില്ല. അവർ മാക്സിമം അതിന് വേണ്ടി ചെയ്യുന്നുണ്ട്. എന്നാലും ഇത് അധികൃതർ ഇത് ശ്രദ്ധിക്കണ്ടേ. കാരണം കറണ്ട് പോയാൽ തന്നെ ഉടനടി അത് വരുത്താനുള്ളൊരു സംഭവം ഇവർ ഉണ്ടാക്കണ്ടേ. ഒരു മണിക്കൂറുകളോളൊക്കെ കറണ്ട് പോക്കാൻ 10,000 കണക്കിൽ രോഗികൾ വരുന്ന സ്ഥലമല്ലേ. ഇപ്പോൾ ഫാർമസിൻ്റെ അവിടെയൊക്കെ നോക്കൂ, ചൂടെടുത്തിട്ട് അവർക്ക് നിൽക്കാൻ പറ്റുന്നില്ല. സ്കാൻ ചെയ്യുന്ന അവിടെ കറണ്ടില്ല. എല്ലാവരും വളരെയധികം ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുക. എല്ലാവരും ഇത് പറയുന്നുണ്ട്. അകത്ത് പോയി എല്ലാവരോടും ചോദിച്ച് ഒന്നടക്കം അവരിപ്പം പ്രതിഷേധം പറയും.